പരിശുദ്ധ റൂഹായിക്ക് സ്തുതി ആദ്യം മുതൽ എന്നേക്ക് തന്നെ ആമേൻ. ദ ട്രൂ ഫെയ്ത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ യാക്കോബായ സഭയിലെ ഇട്ടും ആലുക്കൽ കോർ എപ്പിസ്കോപ്പ്. സത്യവിശ്വാസം സംബന്ധിച്ച കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്, കോലഞ്ചേരി ആശുപത്രിയിൽ സ്ഥാപിച്ചിട്ടുള്ള ശിലാഫലകത്തെ പറ്റി ബഹുമാനപ്പെട്ട ഇടയാനാലച്ഛന് ഒരു മറുപടിയായിട്ടാണ് ഇത് പറയുന്നത്. 1958 സമാധാനം ഉണ്ടായി. പക്ഷേ ഞങ്ങളുടെ അച്ഛന്മാരോ പിതാക്കന്മാരോ ആരും ഞങ്ങളുടെ പള്ളികളിലോ വലിയ ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിലോ പോയി ഒരു കർമ്മവും നടത്തിയിട്ടില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ അച്ഛന്മാരും പിതാക്കന്മാരും ഞങ്ങളുടെ പള്ളികളിലോ സ്ഥാപനങ്ങളിലോ വന്ന് ഒരു കർമ്മവും നടത്തിയിട്ടില്ല. അങ്ങനെ 1964 വരെ പോയി. 1964 മെയ് മാസത്തിൽ പരിശുദ്ധ യാക്കോബ് തൃതീയൻ പത്രോസ് ബാവ തിരുവനന്തപുരം എഴുന്നള്ളി വന്ന് ഔഗേൻ കാതോലിക്കായെ വാഴിച്ചു. ആദ്യം മെത്രാൻ പട്ടവും പിന്നെ കാതോലിക്ക സ്ഥാനവുമാണ് അദ്ദേഹത്തിന് പരിശുദ്ധ ബാവ തിരുവനന്തപുരം നൽകിയത്. അതിനുശേഷം പരിശുദ്ധ ബാവായും കാതോലിക്ക ബാവായും കോലഞ്ചേരി ആശുപത്രിയിലേക്ക് ചെന്ന് അവിടെ കോലഞ്ചേരി പള്ളിയിൽ ചെന്ന് അവിടെ ആശുപത്രിക്ക് വേണ്ടിയിട്ട് തറക്കല്ലിട്ടു. ആ തറക്കല്ലിട്ടപ്പോൾ അവിടെ ഒരു ശിലാഫലകം വെച്ചു. സ്വാഭാവികമാണല്ലോ. ഇടയനാലച്ഛൻ പറയുന്നത്, അതിനകത്ത് എഴുതിയിരുന്നത് ഹിസ് ഹോളിനെസ് സച്ച് ആൻഡ് സച്ച് കാതോലിക്കോസ് ഓഫ് ദി ഈസ്റ്റ്. അതുപോലെ തന്നെ ഹിസ് ഹോളിനെസ് സച്ച് ആൻഡ് സച്ച് പാട്രിയാർക്ക് ഓഫ് ദി ആന്റിയോക്ക് ആൻഡ് ആൾ ദി ഈസ്റ്റ്. ഇവിടെ അച്ഛൻ പറയുന്നത് ഹിസ് ഹോളിനെസ് ആണ് രണ്ടുപേർക്ക് ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് രണ്ടുപേരും തുല്യരാണ്. വിശുദ്ധ പത്രോസ് ബാവ തിരുവനന്തപുരം അത് കണ്ടിട്ടൊന്നും പറഞ്ഞില്ല എന്നാണ്. അത് ശരിയാണ്. പക്ഷേ അച്ഛൻ ഒരു കാര്യം മറന്നുപോയി. ഈ ഹോളിനെസ് എഴുതിയിട്ട് കാതോലിക്കോസ് ഓഫ് ദി ഈസ്റ്റ്, പൗരസ്ത്യ കാതോലിക്ക എഴുതിയപ്പോൾ ആ പൗരസ്ത്യ കാതോലിക്കയ്ക്ക് മുകളിൽ ഒരു ഹൈറാർക്കി ഉണ്ട് എന്ന് സമ്മതിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലാവുന്നു? ആ ഹൈറാർക്കിയാണ് പരിശുദ്ധ പത്രോസ് ബാവ. പത്രോസ് ബാവ ഈ ഫലകം കണ്ട് അതിൽ എഴുതിയിരിക്കുന്നതുകൊണ്ട് മനസ്സിൽ ചിരിച്ചിട്ട് കാതോലിക്കോസ് ഓഫ് ദി ഈസ്റ്റ് എന്ന് എഴുതിയില്ലെങ്കിൽ ബാവയാണ് നേരെ അത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ സമ്മതിക്കുന്നു പൗരസ്ത്യ കാതോലിക്ക് മുകളിലായിട്ട് ഒരു ഹൈറാർക്കി ഉണ്ട്. അത് പരിശുദ്ധ പത്രോസ് ബാവയാണ്. ഇസ്ഹോളിനോസോ എന്തെങ്കിലും എഴുതേണ്ട ബാവ ചിരിച്ചോ ഒന്നും പറഞ്ഞില്ല. ഇതല്ല അച്ചോ സത്യം. AD 325 നിക്കാസോലോസ് തീരുമാനിച്ചിരിക്കുന്നതാണ് അന്ത്യോക്യ പാത്രിയാർക്കീസിൻ്റെ കിഴക്കൻ സഭയ്ക്ക് വേണ്ടിയിട്ട് ഒരു കാതോലിക്കയെ വാഴിക്കാമെന്ന്. അതാണ് സെലൂക്കിയയിലെ തിഗ്രീസിലൊക്കെ വാഴിച്ചത്. പിന്നെ അച്ഛൻ പറയുന്നത് പരിശുദ്ധ മോറോൻ കൂദാശ ചെയ്യാൻ ബാവ അനുഗ്രഹ കൽപ്പന അയച്ചു സന്തോഷം രേഖപ്പെടുത്തിയതൊക്കെയാണ്. ഒരു പാത്രിയാർക്കീസ് ബാവായും കാതോലിക്കായെ വഴിക്കുമ്പോൾ മോറോൻ കൂദാശ ചെയ്യുവാനുള്ള അധികാരം കൊടുക്കില്ല. 1912 അബ്ദുൽ ബിഷിയ വന്നപ്പോൾ അങ്ങനെ ഒരു അധികാരം അവർക്ക് കൊടുത്തു എന്ന് അവർ പറയുന്നത്. മാനസികതല തെറ്റിയ സഭയിൽ നിന്ന് മുടക്കപ്പെട്ട അബ്ദുൽ ബിഷിയ പാത്രിയാർക്ക സ്ഥാനത്തിൻ്റെ കർമ്മങ്ങൾ ചെയ്യുവാൻ അർഹനല്ല. അങ്ങനെ ഇരിക്കുകയാണ് അവിടെ കൊണ്ടുവന്ന് കാതോലിക്കയെ വാഴിച്ചു എന്ന് പറയുന്നത്. നിങ്ങൾ എഴുതി കൊടുത്ത കൽപ്പനകളെല്ലാം അദ്ദേഹം ഒപ്പിട്ടു എന്നല്ലാതെ അദ്ദേഹം ഒന്ന് വായിച്ചു നോക്കിയിട്ടുണ്ടോ പോലും ഉണ്ടാവില്ല. തന്നെയല്ല
അദ്ദേഹത്തിൻ്റെ ആ മാനസിക നില അങ്ങനെയും ആയിരുന്നല്ലോ. ഇപ്പം ഇവിടെ എനിക്ക് തോന്നുന്നതല്ല, അതിൻ്റെ സത്യത ആയിരിക്കുള്ളൂ. ഏത് മോറോൻ കൂദാശ ചെയ്യണമെന്ന് അവർ പറഞ്ഞപ്പോൾ എന്ന് പരിശുദ്ധ പാത്രീക സഭാ ദിവസമായിട്ട് എന്നാൾ എഴുത്തുള്ളി വന്നുള്ളൂ. ഇനിയിപ്പോൾ അവർ മോറോ കൂദാശ ചെയ്യാൻ പോകാൻ എന്നെ കൊണ്ട് സാധ്യമല്ല. അതിനുള്ള അനുവാദം കാതോലിക്കാക്കി കൊടുത്തു കാണും, ഒരു സംശയമില്ല. നിങ്ങൾ വാഴിച്ച മോറോ കൂദാശ ചെയ്തോ, ഞാനിപ്പോൾ അങ്ങോട്ട് വരുന്നില്ലെന്ന്. ആ അനുവാദം കൊടുത്തതിന് ശേഷമുള്ള അനുഗ്രഹ കൽപ്പനയും സന്തോഷവും ഒക്കെ രേഖപ്പെടുത്തിയതാണ് വെച്ചത്. അല്ലാതെ ഒരു പാത്രകീയ സ്വഭാവമായും മോറോ കൂദാശ ചെയ്യാൻ ഒരു കാതോലിക്കയ്ക്ക് അധികാരം കൊടുക്കില്ല. മോശയോട് ദൈവം കൽപ്പിച്ചത് നീ തന്നെ അത് ചെയ്യണമെന്ന്, അഭിഷേക തൈലം നീ തന്നെ ഉണ്ടാക്കണമെന്നാണ്. ഇപ്പം മോശയുടെ നേതൃത്വത്തിലാണ് അഭിഷേക തൈലം പഴയ നിയമത്തിൽ ഉണ്ടാക്കിയത്. പുറപ്പാട് പുസ്തകം 31 അധ്യായം വായിച്ചാലൊക്കെ കിട്ടും. പിന്നെ ദൈവം കൽപ്പിച്ചതിനെതിരായിട്ട് ഒരു പാത്രകീയ സ്വഭാവം മോറോൻ കൂദാശ ചെയ്യാൻ ഒരു കാതോലിക്കയ്ക്ക് അധികാരം കൊടുക്കുക ഒരിക്കലുമില്ല. ഈ രണ്ട് കാര്യങ്ങൾ പ്രത്യേകിച്ച് ഇടയനലച്ചൻ പറയുമ്പോൾ മോറോ കൂദാശ ചെയ്യാൻ കാതോലിക്ക അധികാരമുണ്ട്. ഈസ് ഹോളിനസ് എന്ന വിശേഷ നാമം ചേർക്കാൻ കാതോലിക്കയ്ക്ക് അധികാരമുണ്ടെന്നൊക്കെ പറഞ്ഞ് കാതോലിക്കായും പാത്രിയാർക്കീസും സമന്മാരാണ് എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. എന്നുവെച്ചാൽ മനസ്സിലാക്കണം. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.